കുക്കുംബർ മതിയ കുട്ടി. നല്ല നിറയ്ക്കണ്ട, നല്ല നിറയ്ക്കണ്ട, മതി മതി. എന്താണെന്നറിയോ, നല്ല നിറയ്ക്കണ്ട. ഓ എൻ്റെ ദൈവമേ, എണ്ണ ചൂടായിട്ടാ. ഇന്ന് നമ്മൾ ചിക്കനില്ലേ ഒരു വെറൈറ്റി ഉണ്ടാക്കണത്. എണ്ണ കൈ കൂടെ അത് ഏട്ടൻ വരട്ടേന്ന് വിചാരിച്ച് കുറച്ച് നേരമായിട്ട് എന്താ ചട്ടി ചൂടായിട്ടിരിക്കണു. ഏട്ടൻ കടയിൽ പോയിരിക്കുന്നു. അപ്പോൾ വരട്ടേന്ന് വിചാരിച്ചു. ഇത്ര മതി കേട്ടോ. എന്ത് ഉള്ളി അമ്മ ചേച്ചി ഇത് ഇതവിടെ കൊണ്ടുപോയി അടച്ചേക്ക്. കാരണം എന്താണെന്നറിയോ, വൈകുന്നേരത്തേക്ക് നമുക്ക് വേണം. നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടില്ലേ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് എന്നാണെങ്കിലോ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരത്ത് രാത്രിയിൽ കിച്ചുവിന് നൂൽപുട്ട് കഴിക്കണം പറഞ്ഞപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ട് കേട്ടോ. ഒന്ന് ചോറ് വെച്ചിട്ടില്ല, ആ വെള്ളച്ചോറാണ് ഇരിക്കുന്നത്. ആ വെള്ളച്ചോറ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആക്കിക്കോ, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ ആക്കോ. അപ്പോൾ ഒന്ന് എന്താ അത് നല്ല ബ്രൗൺ കളറാവണം. മറിച്ചിടണ്ട. അപ്പോൾ എന്താ ഇന്ന് ചോറുള്ളത് കൊണ്ട് ചോറ് വെച്ചില്ല. അച്ചുട്ടിയൊക്കെ കുറേ ദിവസമായി പറയുന്നു കുറച്ച് നെയ്ച്ചോറ് ഞായറാഴ്ചയും എന്തെങ്കിലും ആണല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം എടുത്തിട്ട് വേഗം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. എന്നും ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണ്ട, വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എല്ല് പീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എവിടെ അച്ചു പരിപാടി? മഞ്ഞപ്പൊടി എവിടെ? മഞ്ഞപ്പൊടി, തൈര്, ഉപ്പ്. മഞ്ഞപ്പൊടി ഉപ്പ്. എന്താണ് ഈ അച്ചൂന്? ഞാൻ എന്താ പറഞ്ഞു? എവിടെ തൈര്? തൈര് അമ്മേലോ വാങ്ങിക്കൊണ്ട് കടിക്കട്ടെ, കടിച്ചു വലിക്കട്ടെ. കത്രിക എവിടെ? കടിക്കൽ തന്നെയാണ് കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ചീത്ത അറിയുമ്പോൾ കൊണ്ടാണ് നമ്മൾ കത്തിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നല്ല പോലെ നമ്മൾ വഴറ്റട്ടെ അമ്മുട്ടി, വഴറ്റട്ടെ. എന്താ എവിടേക്കാ വർഗിന? അപ്പം ഞാൻ വരേ കുറച്ച് കേട്ടേ കഴിച്ചിട്ട് പോവാ സരിയേട്ടനാലേ. ഞാനതന്നെ നാള് പറഞ്ഞേ തോനെ വർഗുണ്ടെന്ന്. മഞ്ഞപ്പൊടി ഉപ്പും മാത്രം കേട്ടോ. ഇതാവട്ടെ. ആവുമ്പോഴേക്കൊരു കുറച്ച് നേരം നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ തൈരൊക്കെ കൂട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കൂട്ടും, ബിരിയാണി ഉണ്ടാക്കില്ലേ ആ സമയത്ത് കൂട്ടും കേട്ടോ. അവിടെ എത്ര വിറകാണെന്ന് ഞാൻ എത്ര ദിവസമായി പറയുന്നു. അവിടെ കുറേ വിറകുണ്ട് കേട്ടോ. ഒരാളും കൂടിയും പോയാലേ. ഇപ്പോൾ അനിയൻ പോയപ്പോഴാണ് അനിയൻ വിറക് ഉണ്ടാക്കുന്നത്. ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചെന്നില്ലേ, അപ്പോൾ കൊണ്ടുവന്ന് വെച്ച വിറകാണ് കേട്ടോ കുറച്ച്. പിന്നെയും ഒരു പ്രാവശ്യം കൂടി നമ്മൾ പോയി. ഒറ്റയ്ക്ക് പോകുമ്പോഴല്ലേ നമുക്ക് ഒരു പേടിയാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണ്ടേ. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഈ എവിടേക്കാണ് അങ്ങോട്ട് അതവിടുത്തെ 2 വിറകും കൂടി എടുത്തു. കരിഞ്ഞിട്ടൊന്നുമില്ല. ആഹാ, ചാർപ്പായൊക്കെ പോവോ? ഇതുപോലെ അവിടെ പോലെ കഴിഞ്ഞ ഞായറാഴ്ച എവിടെയായിരുന്നു നമ്മള്? പോയി. ഈ ഞായറാഴ്ച എവിടെ? വീട്ടില്. അടുത്ത ഞായറാഴ്ച എവിടെ? വീട്ടില്. ഇനിയുള്ള ഞായറാഴ്ച മൊത്തം വീട്ടിൽ. പേടിക്കണ്ട അല്ലേ? പിന്നെ നമുക്ക് പൂവടി അമ്മു ഓണത്തിന് നമുക്ക് കറങ്ങാം എവിടേക്കെങ്കിലൊക്കെ അല്ലേട്ടാ. ഇങ്ങനെ ഇറങ്ങാം. നോക്കി കളിയാക്കണത് ഞാനുണ്ടല്ലോ പെണ്ണുങ്ങളെ. അതാണ് എന്നോട് എന്ത് നോക്കേട്ടാ. മാറ് നിങ്ങളുടെ മക്കള് എന്നെ കളിയാക്കാൻ തുടങ്ങി കണ്ടോ.
ഇത് കരിഞ്ഞു കേട്ടോ. എന്താ അമ്മ പറഞ്ഞ പോലെ അത് കരിഞ്ഞു. എൻ്റെ ഇങ്ങനെ എന്നെ അടുപ്പിക്കാൻ ഇട്ട് മാറി കച്ചു. ഇതൊക്കെ ഒന്ന് കഴിച്ചാലേ ഈ എണ്ണേനെ നമ്മളതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ ചട്ടി അങ്ങോട്ട് വയ്ക്കട്ടെ. കാരണം എൻ്റെ മക്കളെ ഇന്ന് നല്ല എങ്ങനെ പറയുക സ്വഭാവമാണ്. തക്കാളി വറക്കേ ഇങ്ങോട്ട് മാറ്. ആഹാ അടിപൊളിക്കാറ്റ്. എവിടെയാ കറിവേപ്പിൻ്റെ കറിവേപ്പില കേട്ടോ. കറിവേപ്പില എവിടെ എൻ്റെ വെളുത്തുള്ളി ഇഞ്ചി ഇന്നെ തിരിപ്പിക്ക് നോക്കാം അമ്മു. ഇഞ്ചി വെളുത്തുള്ളി ഇത് അടച്ചേക്ക്. വൈകുന്നേരത്തേക്കും കൂടി ഉള്ളതാണേ. എനിക്ക് വിറകിന് പോണം. വിറക് കാണുമ്പോ വിറകിന് പോകണം. വിറകിന് പോണ്ടേ. എന്താ മുളക് തക്കാളി ബാക്കിയുള്ള തക്കാളി എടുത്ത് വെച്ചു അമ്മു. തക്കാളി എടുത്ത് വെച്ചാൽ ആരെ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെക്കി. അമ്മയാണ് കേട്ടോ ഒന്ന് നുറുക്കിയത്. ഞാനിനി ഇതെല്ലാം ഉണ്ടാക്കാൻ നിന്ന സാധനം വേറെയാണ്. പക്ഷെ അബദ്ധവശാൽ ഇപ്പൊ ഇതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാലേട്ടാ. സമയം വഴുകി. വേണ്ട അത് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനേ. വൈകുന്നേരത്തേക്ക് ഒന്നുമില്ല. ഇപ്പൊ ചോറും ചിക്കൻ വരട്ടിയതും. ചിക്കൻ ചുക്ക ഇങ്ങനെയാണോ ചിക്കൻ ചുക്ക ഉണ്ടാക്കാന്ന് പറയണം കേട്ടോ. അല്ലേ എന്തൊക്കെയാണ് എന്താണ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല വഴറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചിക്കൻ വെക്കാൻ. ഇനി നമ്മളിത് ചിക്കനും കൂടി ഇതിക്ക് ഇട്ട് കൊടുക്കണ്ടേ. അമ്മു ഇതിൽ നാരങ്ങ വേണമെങ്കിൽ നാരങ്ങ ഒഴിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു നേരത്തേക്ക് നമുക്ക് ഇപ്പയ്ക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കണത്. അയ്യേ അതല്ല, ഞാൻ വൈകുന്നേരത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടേ എല്ലാവരും പാടെ കുട്ടികളും എല്ലാവർക്കും പാടെ പോവേ. ഒറ്റയ്ക്ക് പോയ പ്രാന്താവും. തോന്നില്ല അവിടെ. അതിൻ്റെ അപ്പുറത്ത് കണ്ടോ? ഇല്ല, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ചെണ്ടുമല്ലി ഒരു ചെടിയാ പോവുള്ളേ. കഴിച്ചു കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. അപ്പുറത്തേക്ക് ഇട്ടാൽ അത് വെട്ടി വെച്ച ഉണങ്ങി. ആ ചെറിയ ചുള്ളികളൊക്കെ ഉണങ്ങിയിട്ടില്ലേ? അച്ചു പോയിട്ടോ. അച്ചു പിന്നെ ചാച്ചൻ കണ്ടു കഴിഞ്ഞാൽ അച്ചോടും. ഇത് വെട്ടിയിട്ട് ഒതുക്കിയിട്ട് നമുക്ക് വിറകാലയിൽ വെക്കേ അല്ലേ. ഇവിടെ ഏട്ടണം ഞങ്ങൾ എല്ലാവരും പാടെ പോവട്ടോ. ഞാൻ പറയാറ് വിറകിന് ഇല്ലാന്നോ. എന്താ വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാണ്ട് ഇനി ഇതിൻ്റെ അടപ്പ് അവിടെയാണ് തോന്നൂലേ. അടച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പുട്ടൊക്കെ കഴിഞ്ഞു. രാവിലെ പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. ഉള്ളിൽ കൊണ്ടേക്കാനാണ് ഫോണ് ചിറകിട്ടാണ്. മഴയില്ലല്ലോ. എന്താ മഴ ഇല്ലാത്തത് എന്താ ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം. ഇത് അവിടെ നേരത്തെ വിറക് തോനുണ്ടിരിക്കണു. ഞങ്ങൾ ഇവരൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ എല്ലാവരും പാടെ ഒരു 10 കെട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വിറകായി. ഇതുകൊണ്ട് ലൈം അടിച്ചാലമ്മ
ഏ ലൈം കണ്ടോ ഇത് തന്നെ വെള്ളം ഇറങ്ങി വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിക്കില്ലേ ഈ ഉള്ളി കണ്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ തിരുമ്പി കൊടുത്തിട്ടൊക്കെപ്പാട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. മല്ലിയിലയൊക്കെ വേണം. നമ്മുടെ ഇവിടെ തിങ്കളാഴ്ച മല്ലിയിലയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് രസം വയ്ക്കാനൊക്കെ ഇഷ്ടം പോലെ ഇരിക്കും കേട്ടോ. ഞായറാഴ്ച നമ്മുടെ ഇവിടെ ഏത് കടയിൽ പോയി ചോദിച്ചാലും മല്ലിയില കിട്ടില്ല. കറണ്ട് ഇല്ലാത്തത് കൊണ്ടേ വെള്ളം നോക്ക്, വെള്ളം കമ്മിയാണ്. ഓർമ്മയില്ല, എല്ലാവരുടെയും വൃത്തിയാക്കൽ കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഇടണം എന്നുള്ള ഓർമ്മ, മോട്ടർ ഇടണം എന്നുള്ള ഓർമ്മ വന്നു. വെള്ളം ഇടണം മോട്ടർ ഇടണം എന്നുള്ള ഓർമ്മ വന്നിട്ടോ. അപ്പോഴേക്കും കറണ്ട് ഇല്ല. മഴ ജലനിധിയിൽ വെള്ളമുണ്ടോ അറിയില്ല. അനിയേട്ടന് സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാട്ടോ അനിയേട്ടൊന്നും ഉണ്ടാക്കുകയും. അനിയേട്ടനാണെങ്കിലോ ഈ അലർജി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളൊരാടെ ഇതും കൊണ്ട് മൂപ്പരാൾക്ക് ജലദോഷമോ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് അങ്ങനെ ഉണ്ടാവുകയും. നമ്മളിന്ന് ചാറുകറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴും ചാറുകറി ഉണ്ട്. ഇതിൽ ചാറുകറി ഇന്നെന്താ വെച്ചാൽ ഇനി നമുക്ക് വൈകുന്നേരത്ത് നെയ്ച്ചോറാണല്ലോ, നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കണം. കുട്ടികൾക്ക് എന്താ വേണ്ടത്? അല്ലെങ്കിൽ തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ അമ്മു? വേണ്ടേ? എൻ്റെ ചെണ്ടുമല്ലി ഉണ്ടോ ഇവിടെയൊക്കെ കുഴിച്ചിട്ടാണ് കേട്ടോ. കുറേ എണ്ണം ഉണ്ടായി, കുറേ എണ്ണം പോയി. ഈ ഇവിടെ മൊത്തം അങ്ങോട്ട് വിറകാക്കി കഴിഞ്ഞാൽ അത് വിറകാലയിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അടുക്കി വെച്ചാൽ, വെട്ടി അടുക്കി വെച്ചാലേ വിറകാലയിൽ കൊണ്ടുവയ്ക്കാമല്ലോ. ഇവിടെ പുറത്ത് എന്താ മഴ തുടങ്ങിയിട്ടില്ലല്ലോ, മഴ തുടങ്ങാൻ പോകണല്ലേ ഉള്ളൂ. 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴയായിരുന്നില്ലേ. അപ്പോൾ വിറകുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടെങ്കിൽ എടുത്തേക്ക് വെച്ചാൽ കുഴപ്പമില്ല. എൻ്റെ കാനത്തെ വീട്ടിലാണ് എൻ്റെ അമ്മ പണിക്കൂല്ലേ. അപ്പോൾ അമ്മയ്ക്ക് പാവട്ടോ എടുത്ത് വയ്ക്കാനൊന്നും ഒഴിവിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴല്ല കേട്ടോ, ആദ്യം. അപ്പോൾ ഈ മഴയത്തൊക്കെ വന്നിട്ട് ചിലപ്പോൾ മഴയിൽ കടന്നിങ്ങനെ ഉള്ള വിറക് എൻ്റെ അമ്മ ഊതി 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 ഊതിയിട്ടില്ലേ അങ്ങോട്ട് വിറക്. ചോറും കറിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് പാവം വെയ്യാതെ കേട്ടോ. അതിൻ്റെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ നല്ല ശ്വാസം മുട്ടൽ വന്നേക്കണു. ആദ്യം ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ശ്വാസം മുട്ടൽ. ഇതാണ് ഇപ്പോൾ ചേച്ചിക്ക് അനിയത്തിക്കുള്ള പരിപാടി. അനിയത്തി ഇന്നലെ വട്ടത്തിലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. നല്ല ചന്തമുണ്ട് കാണാൻ. മാറ്, കാല് മാറ്റി അച്ഛൻ കൊണ്ടുവന്നിട്ടോ. നീ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാ. നീ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാ, വിശക്കുണ്ടാവില്ലേ? ഇതപ്പാവുതേ. ഉണ്ടാക്കാൻ പറ്റും. പൊന്നൂസിനെ നാളെ ഞാൻ കൊണ്ടയില്ലേ വിറക് വറുക്കാൻ പോകുമ്പോ? കൊണ്ടയില്ലേ? അമ്മമ്മ വന്ന ദിവസം നമ്മള് പോയില്ലേ വിറക് വറുക്കാന്? അവിടെ പോയില്ലേ? അതാ പറഞ്ഞതേ. അടി പിടിക്കട്ടോ, അത് അടുപ്പ് കിട്ടിയതുപോലെയല്ലോ ചിലപ്പോ. ഒരു വട്ടം ഉണ്ടാവില്ലേ ഫസ്റ്റ് തൊട്ട്, അതിൽ എത്ര ഏതില്? റിങ്ങല്ലേ ഇട്ട്. പിന്നെ ഇതിന്റെ അടുത്ത് സംസാരിക്കാൻ പ്രാന്ത മുട്ടമ്മ. ഈ നല്ലാട്ട പറയാ ചേച്ചി, വല്യേച്ചി. വേണ്ട അമ്മ ചേച്ചി. എന്താ ഈ മൂപ്പൊരുമല്ലാത്ത സംസാരിക്കുന്നത്? അതിനെ കണ്ടപ്പോ കണ്ട കളർ മാറി വരുന്നത് എന്താ വെച്ചാ ഇത് നമ്മൾ ഇതാക്കാതിരിക്കുന്നത്. ഇവിടെ കണ്ടോ ചെറുതായിട്ട് അടി പിടിക്കണ പോലെ ഇടക്കി എങ്ങനെ ഇളക്കി കൊടുക്കണേ. അമ്മു നോക്കിയേക്കാ ചോറിന് ചൂടാ
എങ്ങനെയുണ്ട് ഗ്രേവി എങ്ങനെയുണ്ട് പറ ടേസ്റ്റ് ഇല്ലേ ടേസ്റ്റ് ഉണ്ടോ ചൂട അച്ചുട്ടി വിറക് ചോറിനല് കഴിഞ്ഞിട്ടില്ലേ വേഗം വിറകിന് പോവുക അപ്പം എന്താണെന്നറിയോ പിന്നെ നീ ചോറുണ്ടോ നിങ്ങൾക്ക് ചോറ് വേണ്ടേ അപ്പോൾ സംഭവം ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ചാറ് മൊത്തം നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ചാറ് കുഴമ്പനായിട്ട് വേണേ വേറെ കറി നിങ്ങൾ എന്താ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ ഗ്രേവി വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ ഫുൾ ഗ്രേവി അച്ഛന് വേണ്ട എങ്ങനെ ഉണ്ടമ്മു ഇഷ്ടമായോ എന്ന് വെക്കണേക്കാളും വ്യത്യസ്തമല്ലേ വ്യത്യസ്ത രുചി നമുക്ക് കുറച്ച് കുഴമ്പനായിട്ട് എടുക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങളിത് മൊത്തം വറ്റിച്ചെടുത്തോളും വറ്റിച്ചിട്ട് എടുത്താൽ മതി ഇല്ലട്ടാ വറ്റിക്കല്ല വരട്ടി എടുക്കുക പറയില്ല നമ്മൾ വറ്റിക്കുക അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ളതായി ഈ സാദാ ചോറും ചിക്കൻ ഗ്രേവി കണ്ടോ കളറ് കാണുമ്പോൾ തന്നെ ഇറങ്ങില്ലേ അല്ലെങ്കിൽ ഞാൻ വേറെ കറി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ അപ്പം അതുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ വരട്ടിയെടുക്കും എങ്ങനെയുണ്ടമ്മോ എൻ്റെ സൗണ്ടൊന്നും മുർത്തിക്ക് തട്ടെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോഴേ കുറച്ച് തിരക്കുണ്ട് കേട്ടോ വേഗം വിറകിൻ്റെ കാര്യമൊക്കെ നോക്കട്ടെ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കൂ നടക്കണം